ഹലോ. അപ്പൊ ഞങ്ങളൊരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ട്രിപ്പ് പോവാണ്. സാധാരണ ഞങ്ങൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ മറ്റേ വലിയ ഐറ്റിനറിയും ഫുഡ് സ്പോട്ടൊക്കെ പ്ലാൻ ചെയ്ത് കാലത്ത് 5 മണിക്ക് സൺറൈസ് ഒക്കെ കാണാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട്. പക്ഷെ ഇപ്രാവശ്യം ആക്ച്വലി ഒന്ന് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 2 ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ മൂന്നാർക്കാണ് പോകുന്നത്. രാവിലെ എനിക്ക് ഉറക്കം പോയിരിക്കുന്നതാണ്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറുന്ന ഒരു കടയാണ് ഇഡ്ഡലിക്കട. അപ്പോൾ ഇവിടെ നമ്മൾ കയറി നല്ല ചൂട് ഇഡ്ഡലിയും കഴിച്ച് നല്ല ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോഴാണ് കുറച്ച് ബൈക്കേഴ്സിനെ കണ്ടത്. അപ്പോൾ അവർ ഈ ഒരു റാലി ഒരു ട്രിപ്പായിട്ട് പോകുന്നത് ഒരു കോഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇപ്പം എന്താണെന്ന് ചോദിച്ചപ്പം കഴിഞ്ഞ പ്രാവശ്യം വണ്ടിപ്പെരിയാറ് പോയ ഒരു ടീമിന് ഈ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ജീപ്പ് ഓടിക്കുന്നവർ ഭയങ്കര പ്രശ്നമാക്കി ആകെ തർക്കമൊക്കെ ആയി. അപ്പോൾ അവിടെ വെച്ച് തീരുന്നു വിചാരിച്ചൊരു ഇഷ്യൂ. രാത്രി ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഈ ജീപ്പിന്റെ ആൾക്കാർ മൊത്തം ടീമായി വന്ന് ഇവരാകെ ആക്രമിച്ച് ആകെ പ്രശ്നമായി. അപ്പൊ അതിനെതിരായിട്ട് ഒരു റൈഡേഴ്സ് ഗ്രൂപ്പിന്റെ അഡ്മിൻസ് ഉണ്ടല്ലോ, അങ്ങനെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊരു പ്രൊട്ടസ്റ്റ് പോലെ ഒരു റാലിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ടു, ഈ ഒരു കോഴ്സൊക്കെ അറിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യണേ. ഡ്രീം കാച്ചർ റിസോർട്ട്. ഞാൻ കൂടുതൽ എക്സൈറ്റഡ്, എന്റെ ബാക്കിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, അത് കാണാൻ പോണം. ഞാൻ പിന്നെ ട്രീ ഹൗസും അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്, അതും കാണാൻ വിചാരിച്ചിരിക്കുന്നത്. നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോവാണ്. വെൽക്കം ടു അവർ റൂം. ഹായ് താറാവ്. താറാവുണ്ട്. കൊള്ളാം, അടിപൊളി. താറാവുണ്ട്, പിന്നെ ഒരു വ്യൂ ഉണ്ട്. നമുക്ക് വ്യൂ നോക്കാം. പുറത്തേക്കാകാൻ പറ്റൂ? ഇതിന്റെ ഡോർ എവിടെയാണ്? ഓ, ഇവിടെ നമ്മൾ മാത്രല്ല. കൊള്ളാട്ടാ. ഈ ടേബിളിൽ ഒരു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ പുറത്ത് വ്യൂ ഒക്കെ കണ്ടിരിക്കും. നൈസ്. നല്ല മഴ, നല്ല കാറ്റ്, നല്ല തണുപ്പും ഒക്കെ, നല്ല ചൂട് ചായ. നോട്ട് ദ പോയിന്റ്. ചായ വേണം. നല്ല രസമില്ലേ ഇങ്ങനെ മഴയും കൊണ്ട് ഇവിടെ നിൽക്കാൻ. ഈ ഒരു റിസോർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു ഫുൾ പ്ലാന്റേഷന്റെ നടുക്കാണ് ഈ റിസോർട്ട്. ഇവിടെ കുറേ ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കാണാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ 2 ദിവസമൊക്കെയുള്ള പരിപാടികളുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ വേറൊരു സംഭവം അറിഞ്ഞത്. ഇവിടെ 3 ടൈപ്പ് ഓഫ് റൂംസ് ആണുള്ളത്. ഒന്ന് നമ്മൾ നിൽക്കുന്ന സുപ്പീരിയർ റൂംസ്, പിന്നെ കോട്ടേജ് ഉണ്ട്, പിന്നെ അത് നേരെ കാണുന്നുണ്ടല്ലോ അതാണ് ട്രീ ഹട്ട്. അയ്യോ എന്ത് രസമല്ലേ പുറത്ത് തന്നെ കാണാനായിട്ട്. ശരിക്കും ഒരു ഹണിമൂൺ വൈബാണ്. പിന്നെ അതിലാണെങ്കിൽ 2 പേരെ മാക്സിമം കപ്പാസിറ്റി ഉള്ളൂ. ഞങ്ങളിങ്ങനെ ചോദിച്ചു ഉള്ളിൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചപ്പോൾ അതിൻ്റെ ഉൾഭാഗം കാണാനായിട്ട് ഇതേ പോവാണ്. നമ്മൾ കാത്തിരുന്ന സ്വിമ്മിംഗ് പൂൾ, ഇൻഫിനിറ്റി പൂൾ, ദ മോസ്റ്റ് അവൈറ്റഡ് റെസ്റ്റ്. താറാവിനൊക്കെ നമ്മൾ സേഫ് ആക്കി. ഇനി നമുക്ക് ചാടാം. 1 2 3. അപ്പൊ നമ്മള് പൂളില് തകർത്ത് അത് കഴിഞ്ഞത് ഇറങ്ങി. ഇപ്പൊ നല്ല തണുപ്പുണ്ട്. പക്ഷെ
നല്ല രസമുണ്ട്. ഇപ്പൊ നമുക്ക് ക്യാമ്പ് ഫയർ റെഡി ആക്കിയിട്ടുണ്ട്. നിൽക്കുന്നത് ഒരു വ്യൂ എന്താ വാച്ച് ടവർ പോലത്തെ സ്ഥലത്താണ്. ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അതിൽ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ വീടും ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനുണ്ട്. അപ്പുറത്തെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്തെങ്കിലും കേൾക്കണമെന്ന് എനിക്കറിയാമല്ലോ, ചെക്ക് ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞ വെറുതെ എന്തെങ്കിലും പറ. വേറെ എന്തെങ്കിലും പറ, എന്തെങ്കിലും പറയടി. തണുപ്പായതുകൊണ്ട് പിന്നെ ഇത്രയും മഴയത്തും പൂളിലൊക്കെ കളിച്ചുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് സൂപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹായ്, നമുക്കിവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മളത് കഴിക്കുമ്പോൾ എന്തൊക്കെയല്ലേ നമുക്ക് നോക്കാം. നമുക്കിവിടെ ലൈവായിട്ട് അപ്പം കൗണ്ടർ ഉണ്ട്. താങ്ക് യു. ഇന്ന് കാലത്ത് ഇറങ്ങിയപ്പം എൻറ്റയർലി ഡിഫറെൻറ്റ് വെതറാ അല്ലേടാ? യെസ്, ഫുൾ കളേഴ്സ് ഒക്കെ ഒന്നുകൂടെ കൂടി. മറ്റേത് മഞ്ഞ് മൂടിയിട്ടൊന്നും കാണുന്നുണ്ടായില്ല ക്ലിയർ ആയിട്ട്. പിന്നെ സെക്കൻഡ് ഡേ, ഹൗ ഇസ് ദ സ്റ്റേ? നല്ല സൂപ്പർ സ്ലീപ്പ് കിട്ടി. മാസങ്ങളായി ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് സുഖമായിട്ട് ഉറങ്ങി. ആക്ച്വലി ഉണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു ബ്രേക്ക് വേണം. അതായത് നമ്മളൊരു 2-3 മാസം നല്ലോണം പണിയെടുത്തിട്ട് നമുക്ക് ഒരു ബ്രേക്ക് എടുത്ത് നല്ല റെസ്റ്റ് ചെയ്ത് തിരിച്ചു വന്ന് മറ്റേ റിഫ്രഷായി റീസ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതെ. അപ്പൊ അടുത്ത ട്രിപ്പ് ഇങ്ങോട്ടോ? അതെ അടുത്ത നോക്കിയിരുന്നോ? നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ബാക്ക് സൈഡിൽ ആ വിൻഡോ തുറന്നിട്ട് കാണിച്ച ആ വ്യൂ ഇല്ലേ, അത് നേരിട്ട് ആ വ്യൂ പോയിന്റിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. യെസ്, അതും ഒരു 4x4 വണ്ടിയിൽ പോയാലോ? ഇത് പേടിപ്പിക്കുന്നുണ്ട്. ഇതിൽ എന്ത് പറ്റിയാലും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഇങ്ങനെ എത്തില്ലെന്ന് അറിയാൻ പാടുള്ളത്. അവിടെ കണ്ട ആ ബിൽഡിങ്, തിളങ്ങിയിരിക്കുന്ന ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് അത് ഗ്യാപ്പ് റോഡാ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഗ്യാപ്പ് റോഡ് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ ഈ ഒരു റൈഡ് തീർന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡയാനയ്ക്ക് റൂബിക്കും പണി കൊടുക്കാം. ഹോഴ്സ് റൈഡിങ്ങിന് പോവാം. നോക്കാം എന്താവുന്നത്. ഇവിടെ ഒരു വലിയ ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ വേറൊരു പരിപാടി നടക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഇടും. ഒന്നും നടക്കൂല. നടന്നില്ല. ഇല്ല, ഒന്നും കൂടി 3 ചാൻസ് വേണം. ഇല്ല, ഇത് നടക്കാൻ പോലുള്ള. എന്നെ കളിയാക്കി 3 ചാൻസ് നിനക്ക് തരാം. കാണിക്ക്. ശരിയാക്കി തരാം. ഓക്കെ, ജസ്റ്റ് എത്തിട്ടാ. ഓക്കെ, 2 ഞാൻ ഒരെണ്ണം കൂടെ ഉള്ളു. അത് കൂടി തീർന്നു നീ. അതെ, ബോള് ശരിയല്ല. ഞാനിപ്പോ ആലോചിക്കായിരുന്നേ, നമ്മൾ ഇന്നലെ പറഞ്ഞു, അതായത് ഞാൻ പ്രകാശൻ മൂവിയിൽ ഇത്രയും രാജ്യം കവർ ചെയ്തിട്ട് ഏത് ഏറ്റവും ഇഷ്ടമായി വെച്ചപ്പോ നമ്മുടെ നാടാന്ന് പറയും. അപ്പൊ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയാണ്. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു 6 മാസം ഓവർ തണുപ്പ്, ഒരു 6 മാസം ഓവർ ചൂട്. അവിടെ ആണെങ്കിൽ ഫാനും ഇല്ല. അത് ശരിയാ. ഇങ്ങോട്ട് വരുമ്പോ ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു, കാനഡയിൽ 33 ഡിഗ്രിയിൽ AC ഇല്ലാത്ത വണ്ടിയായിരുന്നു ഞങ്ങളുടെ. അപ്പൊ അതിൽ കിടന്ന് വേർത്ത് വിളിച്ച് വണ്ടി ഓടിച്ച കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ ഞങ്ങൾ ആലോചിച്ചു, ശരിക്കും നമുക്ക് ഇവിടെയാണ് കറക്റ്റ് ടെമ്പറേച്ചർ. ഓവർ തണുപ്പില്ല, ഓവർ ചൂടില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നത്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇന്നലെ നല്ല അടിപൊളി ക്ലൈമറ്റ് കിട്ടി, നല്ല ഫോഗും മഴയൊക്കെ ആയിട്ട്. ഇന്ന് നേരെ ഓപ്പോസിറ്റ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ പോലെ ഇങ്ങനെ തണുപ്പൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുക, എല്ലാം കാണാനും പറ്റും. കോഫി ബീൻസ് വേണം. കേറ്, സ്പീഡ് കൂടി. എങ്ങനെയുണ്ട്? ഇനി ഇവിടെ വന്നിട്ടില്ലേ ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആക്ച്വലി ഫുൾ റെസ്റ്റും കിട്ടി. 3 നേരം ഫുഡ് കറക്റ്റായിട്ട് അവിടെ കഴിച്ചു. ഇത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. മറ്റേത് ബ്രഞ്ച് കഴിച്ചാൽ പിന്നെ ഫുഡൊന്നുമില്ല. അപ്പോൾ ഫുഡും കഴിച്ച് നല്ല റിലാക്സായി നല്ല ഉറക്കവും കിട്ടി. ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇനിയിപ്പോൾ നാളെ പോയിട്ട് നമ്മൾ തിരിച്ച് റീസ്റ്റാർട്ട് വർക്ക്. നമ്മളിപ്പോൾ ആക്ച്വലി കൺഫ്യൂഷനിലാണ്. ഇന്നലെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഗ്യാസൊക്കെ കയറി അത്ര തിന്നില്ല. പക്ഷെ ഉച്ചയ്ക്ക് ഇവിടെ കുറേ സ്പെഷ്യൽസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ. പക്ഷെ ഇത്രയും സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റിക്ക് കാശ്മീരി പുലാവ് ഉണ്ട്, പിന്നെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചില്ലി ചിക്കൻ ഉണ്ട്, ടൈഗർ പ്രോൺസ് ഉണ്ട്, പിന്നെ ഹൈ റേഞ്ച് സ്പൈസസ് ചിക്കൻ കറി ഉണ്ട്. ഇതുണ്ട്. ഇത് നൂഡിൽസ്. നമുക്ക് അറ്റാക്ക് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കൂ. നല്ലല്ലേ? നൈസ്. കറക്റ്റ് ഭയങ്കര മൈൽഡ് മസാലയിൽ ചെമ്മീൻ്റെ ടേസ്റ്റ് കൂടുതൽ നിന്ന്. ഹായ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നല്ല കംഫർട്ട് ഫുഡ്, ഹാപ്പി. ഇനി ഇതാണല്ലോ ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ. മറ്റേത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണല്ലോ. ഇപ്പോൾ ഷോർട്സ് ഒക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ, അത് നിങ്ങളാണ് പറയേണ്ടത്. എന്തായാലും ഇതിൽ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ അത് ആഘോഷിക്കാനായിട്ട് പുറത്ത് നല്ല മഴയും മഞ്ഞൊക്കെ ആയിട്ടിരിക്കുമ്പം നമുക്ക് ഒരു ഐസ്ക്രീം ആവാം അല്ലേ? അവന് വലിയ താല്പര്യമില്ല, ഞാൻ കഴിക്കും. താങ്ക് യു. ഈ ഒരു മൂന്നാർ ട്രിപ്പ് മെയിൻലി ഈ ഒരു റിസോർട്ടും ഈ ഒരു ഏരിയയും ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? സാധാരണ നമ്മൾ മൂന്നാറിലേക്ക് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും മൂന്നാർ ആ ഒരു ടൗണിൽ കയറുമ്പോഴുള്ള ആ ഒരു തിരക്കും ടൂറിസ്റ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫുൾ എന്താ പറയുക, ഒരു സ്ഥലം മൂലം ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല. എവിടെ പോയാലും തിരക്കാണ്. പക്ഷേ ഈ ഒരു സ്പോട്ട് സത്യം പറഞ്ഞാൽ മൂന്നാറിലാന്ന് തോന്നണേ ഇല്ല. പക്ഷെ മൂന്നാറിൻ്റെ ആ ഒരു പ്രകൃതി, ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് തോന്നുന്നു ഈ ഒരു ട്രിപ്പ് കൂടുതൽ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ കാരണം. ഒരു തിരക്കില്ലാണ്ട് ഞങ്ങൾ ആ ഒരു അങ്ങോട്ട് മാക്സിമം അങ്ങോട്ട് ആസ്വദിച്ചു.